നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അസ്ലം. നമുക്ക് ഇവിടെ ഒരു ഏഞ്ചൽ റീഡിങ്, പികെ കാർഡ് റീഡിങ് നമുക്ക് ഇന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഞാൻ 2 കാർഡ് ഏഞ്ചൽസിന് വെക്കുന്നതായിരിക്കും. കൂടാണ്ട് അഡീഷണൽ ആയിട്ട് സായിബാബയുടെ ഒരു ഗൈഡൻസും കൂടി നമുക്കിതിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 പികെ കാർഡ് ഇവിടെ വെക്കാം. നിങ്ങൾക്ക് അറിയണമെന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എടുക്കാം. ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 കാർഡ് ഇവിടെ ചൂസ് ചെയ്യുന്നതായിരിക്കും. Give me 2 cards for my viewers and my subscribers. Please give me 2 cards. ഇത് ഫസ്റ്റ് കാർഡ്, ഇത് സെക്കൻഡ് കാർഡ്. നിങ്ങൾക്കിവിടെ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് എന്ത് മെസ്സേജ് ആണെന്ന് നോക്കാം. ഏഞ്ചലിന്റെ ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു എന്നും പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ പറയുന്നത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് എഫേർട്ട് ഇട്ടാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലൂടെ സാധിക്കേണ്ട കാര്യമായിരിക്കാം. ഇതിൽ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ട ആള് എന്നാണ് ഏഞ്ചല് പറയുന്നത്. ഈ ഏഞ്ചല് നിങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏഞ്ചൽ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ ഇതിൽ മാനിഫെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാം. നിങ്ങൾ തന്നെയാണ് ഇതിന്റെ മൊത്തം കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. ഇത് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ഏഞ്ചൽ പറയുന്നത്. അപ്പൊ ഇത് ടോട്ടലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡ് പിക്ക് ചെയ്തവർക്ക് സത്യ സായി ബാബയുടെ മെസ്സേജ് കൂടി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള ഒരു ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തു. ചേഞ്ച് എന്നാണ് ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഇൻ ലൈഫ് നത്തിങ് ഈസ് പെർമനന്റ്, കോൺസ്റ്റന്റ് ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. അതായത് ഈ ലോകത്തൊന്നും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊന്നും പെർമനന്റ് അല്ല, എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പറയുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ആ ചേഞ്ച് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. നമ്മളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറി മാറി വരും. അപ്പോൾ ഒന്നും അതിപ്പം സങ്കടമായാലും സന്തോഷമായാലും ഒന്നും പെർമനന്റ് അല്ല എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുമോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറുമോ, എന്തെങ്കിലും ചേഞ്ച് ആണോ നിങ്ങൾ ചോദിച്ചത് എങ്കിൽ, ആ ചേഞ്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് എങ്കിൽ, അറിയാൻ ആഗ്രഹിച്ചതെങ്കിൽ, ഇറ്റ്സ് അപ് ടു യു. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ
ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു മാറ്റവും പെർമനന്റ് അല്ല. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഡിഫിക്കൽട്ടീസിൽ തന്നെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കാതെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതുകൊണ്ടാണ് ഏഞ്ചൽ പറയുന്നത് ഇറ്റ്സ് അപ് ടു യു. നമ്മൾ ഇനിഷ്യൽ സ്റ്റെപ്പ് നമ്മൾ എടുക്കുക, ദെൻ ഇറ്റ് വിൽ ചേഞ്ച്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ചേഞ്ച് വരുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ്. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് നോക്കാം. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ കാർഡ് ചൂസ് ചെയ്തവർക്ക് മെജോറിറ്റി ആൾക്കാരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫിലെ സിറ്റുവേഷൻ വെച്ച് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആവാം. എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടതാവാം. ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണെങ്കിലും ഒരുപാട് സംശയങ്ങളായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ നിങ്ങൾ ആ സംശയങ്ങൾ ആയിട്ട് നിൽക്കാതെ അതിൽ നിന്ന് ആ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക. നിങ്ങൾ അന്വേഷണം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളത് അന്വേഷിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻ റിലേറ്റഡ് ഒക്കെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സോ നിങ്ങൾ എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ ആ സിറ്റുവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചോ ഒക്കെ കൂടുതൽ അന്വേഷിക്കുക. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാബ ഇവിടെ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള ഒരു മെസ്സേജ്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ് ബാബ. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള യു ആർ യൂണീക്ക് എന്നുള്ളൊരു മെസ്സേജ് ആണ് ബാബ നൽകുന്നത്. ഈ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ കാര്യമാണ്. യു ആർ യൂണീക്ക്. യുവർ ജേർണി ഈസ് യൂണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അപ്പോൾ നമുക്ക് ഈ കാർഡുമായിട്ട് വേണമെങ്കിൽ കുറച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിൽ എന്തെങ്കിലും സംശയമുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായ്മയുണ്ടെങ്കിൽ നമ്മൾ അതിൽ ക്ലാരിറ്റി എടുക്കുക. നമ്മളെ മനസ്സിലാക്കുക. യു ആർ യൂണീക്ക്. നമ്മൾ ഓരോരുത്തരും യൂണീക്ക് ആണ്, ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒന്നിനെയും നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ സ്വയം കമ്പയർ ചെയ്തിട്ടും മറ്റൊരു വ്യക്തിയെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മളുടെ ജേർണി എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ നമ്മളുടെ ജേർണിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഏതെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും ഈ കാർഡ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത്. കൂടുതൽ നോളജ് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക, അന്വേഷിക്കുക. യുവർ ജേർണി ഈസ് യൂണിക് ആൻഡ് ഡിഫറെൻറ്റ്. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ഒഴിവാക്കുക. കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അത് നമ്മളെ കുറിച്ചാണെങ്കിലും നമ്മളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക. എന്തെങ്കിലും സിറ്റുവേഷൻ റിലേറ്റഡ് ആണെങ്കിലും നമ്മൾ കമ്പാരിസൺ ഒഴിവാക്കുക. നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് സെക്കൻഡ് കാർഡ്സിൽ വന്നിരിക്കുന്ന റീഡിംഗ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്ന് കരുതുന്നു. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ റീഡിങ്ങിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഐ മീൻ നിങ്ങൾക്ക് കമൻറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കാണിക്കുവാണെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഞാനൊരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.